ഇന്ന് നമ്മൾ പുതിയ ഡെലീഷ്യല്ലേ മോങ്ങത്ത് ഓപ്പൺ ചെയ്ത വള്ളോമ്പ്രത്തിൻ്റെയും മോങ്ങത്തിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വലിയ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ് കാണലില്ലേ, അതാണ് നമ്മുടെ പുതിയ ഡെലീഷ്യ. അവിടെ നമ്മളൊരു ഡിന്നറിന് പോയതാട്ടോ. നല്ല ഇൻറ്റീരിയറൊക്കെയാണ്. ചെല്ലുന്ന ഒരു ഫ്ലോറിൽ നിന്ന് മുകളിലേക്കും താഴേക്കും ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. എത്ര പേരാണെന്നൊക്കെ ചോദിച്ചിട്ട് അവർ കറക്റ്റായിട്ട് നമുക്ക് സീറ്റിംഗ് ഒക്കെ സെറ്റാക്കി തരും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് തന്നെ ഒരു 2 സീറ്റർ ടേബിളൊക്കെ ഞങ്ങൾക്ക് തന്നു. ഫുള്ള് നല്ല ഭംഗിയിലിങ്ങനെ ഭയങ്കര ലൈറ്റിങ്ങും LED ഫോൾ സീലിംഗ് ഒക്കെ ആയിട്ട് ഫുൾ സെൻട്രലൈസ്ഡ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മളൊരു മെക്സിക്കൻ അൽഫാം ഓർഡർ ചെയ്തു, പിന്നെ ഫിഷിൻ്റെ ഒരു തവ ഫ്രൈ, പിന്നെ റോട്ടിയും നല്ല നൂൽ പൊറോട്ടയും, പിന്നെ ഇതാണ് നല്ല കിഡിലൻ ചിക്കൻ ജൽഫ്രൈസി. ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഡിന്നറിന് നമ്മൾ ഓർഡർ ചെയ്തത്. നൂൽ പൊറോട്ടയൊക്കെ കണ്ടോ, നല്ല ഇങ്ങനെ പൊടിയായി നല്ല ലെയർ ചെയ്ത് നല്ല ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോരും. അത്രയ്ക്ക് സോഫ്റ്റാണ്, നല്ല കിഡിലൻ സാധനമാണ് കേട്ടോ. നമ്മൾ മലപ്പുറത്ത് ഡെലീഷ്യയിൽ പണ്ട് കുറേ പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിലും. അതെ, അതുപോലെ തന്നെ ഹോട്ടൽ അത് ഇൻറ്റീരിയറും സൈസും ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ലൊരു പ്രീമിയം ലെവലിലുള്ള ഹോട്ടൽ തന്നെയാണ് കേട്ടോ. ഈ ജൽഫ്രൈസി എന്ന് പറഞ്ഞാൽ കുറേ ക്യാപ്സിക്കം, കുറേ മിക്സഡ് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് വെക്കുന്നതാണ് അവർ പറഞ്ഞു കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്തു. സംഭവം നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്ന നല്ല ഒരു നാടൻ മസാല. നമ്മളെ കടായി ചിക്കൻ്റെ ഒക്കെ കുറച്ചും കൂടി ഒരു മോഡേൺ ആയിട്ടുള്ള വേർഷൻ എന്ന് പറയാം. കുറച്ചും കൂടി ടേസ്റ്റിയാണ്, കൂടുതൽ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ നോർമൽ അൽഫാം എപ്പോഴും കഴിക്കാനില്ല എന്ന് വെച്ചിട്ട് ഒരു മെക്സിക്കൻ അൽഫാമായിട്ട് ഓർഡർ ചെയ്തത്. ഈ മെക്സിക്കൻ അൽഫാമിൻ്റെ മുകളിൽ കുറച്ച് കോണും പൈനാപ്പിളും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ല മസാലയും നല്ല തിക്കായിട്ടുള്ള മസാലയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നല്ല ഗ്രീൻ ചട്നിയും മയോണൈസും സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസിയാണ്. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല സ്പൈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കിയിട്ട് അത്ര പോരാ, നല്ല മയോണൈസും ഗ്രീൻ ചട്നിയും നല്ല കിടിലനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മൾ തന്തൂർ റൊട്ടി ആയിരുന്നു. നോർമലായിട്ടുള്ള തന്തൂർ റൊട്ടി ഓർഡർ ചെയ്തു. ഈ മീൻ ചട്നിയിൽ മുക്കി കഴിക്കുമ്പോഴും അതേ നല്ല ടേസ്റ്റാണ് കേട്ടോ. സംഭവം നല്ല സ്പൈസിയാണ്, എരിവ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും പറ്റും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ മസാലയിൽ മുക്കിയിട്ടുള്ള കുറേ പൈനാപ്പിളും അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് പിന്നെ നമ്മളെ തവ ഫിഷ് ഫ്രൈ. ഇതിലും കുറേ തേങ്ങാക്കൊത്തും നല്ലോണം മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒക്കെ നല്ല സ്പൈസിയാണ്. ഞങ്ങൾക്ക് പൊതുവേ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം അത് നല്ല ഇഷ്ടമായി. അങ്ങനെ ജൽഫ്രൈസിയൊക്കെ നമ്മൾ വാരിക്കോരിയിട്ട് നൂൽ പൊറോട്ടയൊക്കെ ഫുള്ള് കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മളെ കറികളൊക്കെ കുറേ ബാക്കി. അപ്പം ഞങ്ങളൊരു ബട്ടർ നാനും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാ ഗ്രേവിയുള്ള കറികളും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ഇതിൻ്റെ മസാലയും തവ ഫിഷിൻ്റെ മസാലയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ബട്ടർ നാനും കൂടി വാങ്ങിയിട്ട് അതും കൂടി കഴിച്ചു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇന്നത്തെയും പോലെ തന്നെ ഒരു ഫ്രഷ് ലൈമും കൂടി കഴിച്ചിട്ട് അങ്ങനെ അന്നത്തെ ഡിന്നർ എൻഡ് ചെയ്തു. അപ്പോൾ